അസ്സലാമു അലൈക്കും. അള്ളാഹുവിനേക്കാൾ നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നവൻ വേറെ ആരാണ്? അള്ളാഹുവിൻ്റെ സ്നേഹം അതിന് തുല്യമായി മറ്റാരുമില്ല. ഈ ലോകത്ത് ഒരു പെറ്റമ്മയുടെയോ സുഹൃത്തുവിൻ്റെയോ ഭർത്താവിൻ്റെയോ ഇഷ്ടം ഉണ്ടാകാം. പക്ഷേ അവർക്ക് നിനക്ക് വേണ്ടിയുള്ള സ്നേഹം പരിധിയുള്ളതാണ്. ഒരാൾ പോലും നിന്നെ തികച്ചും മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവിടെ നീ തകർന്നു. എന്നാൽ അള്ളാഹു മാത്രമാണ് നിന്നെ മുഴുവനായി അറിയുകയും നിന്നെ മുഴുവനായും സ്നേഹിക്കുകയും ചെയ്യുന്നത്. അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നതിന് ചില ലക്ഷണങ്ങളുണ്ട്. അവൻ നിന്നെ സൃഷ്ടിച്ചു, നീ ഒന്നും ചോദിച്ചില്ലെങ്കിലും നിനക്ക് ജീവൻ തന്നു. ദിവസേന നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴും നീ തിരിച്ചു വരും വരെ അള്ളാഹു കാത്തിരിക്കുന്നു. പല ബന്ധങ്ങളും നമ്മെ കൈവിടുന്ന സമയത്തും അള്ളാഹു നമ്മെ കൈവിടുന്നില്ല. അള്ളാഹു നിനക്ക് ഓരോ നിമിഷവും അവസരം നൽകുന്നു. കാരണം അവനുള്ള സ്നേഹം നിനക്കറിയാവുന്നതിലും വലിയതാണ്. ഖുർആനിലും ഹദീസിലും അള്ളാഹുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നിരവധി തവണ പറഞ്ഞിരിക്കുന്നു. ഖുർആനിലൂടെ അള്ളാഹു തആല പറയുന്നു, എൻ്റെ കരുണ എല്ലാറ്റിനെയും ചുറ്റിപ്പറ്റിയിരിക്കുന്നു. പാപികൾക്ക് പോലും അവൻ തിരിച്ചു വരാൻ അവസരം നൽകുന്നുണ്ട്. നമുക്കെങ്ങനെ മനസ്സിലാക്കാം അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന്? നമുക്കെങ്ങനെയാണ് മനസ്സിലാകുന്നത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന്? അതിന് ചില ഉദാഹരണങ്ങൾ. നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു കേൾക്കുന്നത്, നമുക്ക് റിസ്ക് നൽകുന്നത്, അത് നമ്മൾ അർഹിക്കുന്നതിലധികം നൽകുന്നത്, കഷ്ടതകൾ ഉള്ളപ്പോഴും അതിലൂടെ നമുക്ക് നല്ലതുണ്ടാകുന്നത്. അള്ളാഹു പറയുന്നു, ഒരു മോഹം നീങ്ങിയാൽ അതിനേക്കാൾ നല്ലതിനായി നിന്നെ തയ്യാറാക്കുന്നത് തന്നെ അള്ളാഹുവാണ്. അപ്പോൾ ഈ സ്നേഹത്തോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? നമുക്ക് വേണ്ടത് തിരിച്ച് അള്ളാഹുവിനെ സ്നേഹിക്കുക, അവനോട് ദുആ ചെയ്യുക, തൗബയോടെ ജീവിക്കുക, അവൻ്റെ നിരന്തര സ്നേഹത്തിന് നന്ദി പറയുക. നിനക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന അള്ളാഹുവിന് തിരിച്ച് നീ എന്താണ് ചെയ്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ സ്നേഹം നിന്റെ പാപത്തെക്കാളും വലിയതാണ്, നിന്റെ പ്രാർത്ഥനയെക്കാളും ആഴത്തിലുള്ളതാണത്. ഇത് തന്നെയാണ് അവസരം. തൗബ ചെയ്യൂ, ദുആ ചെയ്യൂ, ആ സ്നേഹത്തിനുള്ള മറുപടി നന്ദിയിലൂടെ നൽകൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.